ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ സപ്പോർട്ടിൻ്റെ എയർ ലെയറിങ് ചെയ്തൊരു കൊമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റമ്മിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ റമ്മ് ഒരു ചെറിയ കന്നാസാണ്, അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മാറ്റണം. ആ മുഖം കട്ട് ചെയ്ത് ഇനി അതിന് ഒരു 3-4 തോള ഇടണം. അടിഭാഗത്ത് തന്നെ സൈഡിലായിട്ട്, നേരെ ചോടല്ല, സൈഡിലായിട്ട് ഒരു 4 തുള ഡ്രില്ല് വെച്ച് കഴിഞ്ഞാണ് തുള ഇടുന്നത്. അപ്പോൾ തുള ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിലൊക്കെ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ മരത്തിൻ്റെ പൊടിയാണ്. അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറ പോക്കിയിട്ട് ആ പൊടിയാണ് മിക്സിങ്ങിൽ കൂട്ടുന്നത്. മരത്തിൻ്റെ പൊടി, ചാണകപ്പൊടി, പിന്നെ മണ്ണും, കൂടുതൽ മണ്ണ്. അതിൻ്റെ പകുതിയായിട്ട് മണ്ണിൻ്റെ പകുതി ചാണകപ്പൊടിയും മരത്തിൻ്റെ പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് മരത്തിൻ്റെ പൊടി നല്ലോണം വെള്ളത്തിലിട്ടിട്ട് കറ പോക്കണം. അപ്പം ഞാൻ കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നതൊക്കെ മരത്തിൻ്റെ പൊടിയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല പ്രശ്നമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അതിന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വെള്ളം ഒഴിവാക്കി എടുത്തു വെച്ചാൽ മതി. ഇതിപ്പോൾ രണ്ടും കൂടി 3 സാധനമാണ് ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ കൊടുക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് കുമ്മായപ്പൊടി വിതറിയിട്ടുണ്ട്. ഈ എയർ ലെയറിങ് ഇപ്പോൾ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാം കേട്ടോ. അതിനിപ്പോൾ മഴക്കാലമായപ്പോൾ നല്ല സുഖമാണ്. നല്ല ചേരീൻ്റെ ഈ തുമ്പ് എടുത്ത് അടിച്ചും കഴിഞ്ഞാൽ അതിൽ ചോറൊക്കെ പോക്കിയിട്ട് അത് ഉപയോഗിച്ച് ചെയ്യാണ് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വേര് പിടിക്കും. അപ്പം ഞാനിപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് ലെയറിങ് ചെയ്തതിന് നല്ല ഉഷാറായിട്ട് വേര് പിടിച്ചു. ഇപ്പോൾ കുറച്ച് മുമ്പ് കട്ട് ചെയ്യേണ്ടിയിരുന്നു, അപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ഉഷാറായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മണ്ണും ചരി മരത്തിൻ്റെ കൂടെ ഇപ്പോൾ ഇതാണ് വേര് പിടിച്ചത്. ഇപ്പം കട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല ഉഷാറായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് പതുക്കെ കട്ട് ചെയ്തെടുക്കണം. വേണ്ടോ, വലിയ വേര് വന്നിട്ടുണ്ട്. ഞാൻ 2 കൊമ്പ് ലെയറിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ, ഒന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. ഇതിന് നല്ല ഉഷാറായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. നല്ല സുഖമാണ്. പെട്ടെന്ന് കായ് പിടിക്കാൻ ഏറ്റവും പറ്റിയ മാർഗ്ഗമുണ്ട് എയർ ലെയറിങ്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 6 മാസം, 1 വർഷത്തിനുള്ളിൽ തന്നെ നല്ല ഉഷാറായിട്ട് കായ് പിടിക്കും. വേരൊക്കെ പിടിച്ച് ചട്ടിയിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നിലത്തും വെക്കാം. ഫസ്റ്റ് തന്നെ ചട്ടിയിലോ കവറിലോ വെക്കുക. പിന്നെ വേരൊക്കെ ഒന്നുകൂടി ക്ലിയറായി പിടിച്ചിട്ട് നിലത്തേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു മദർ പ്ലാന്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സാധനമായാലും, മാവാണെങ്കിലും പേരാണെങ്കിലും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കൊമ്പിങ്ങനെ എയർ ലെയറിങ് ചെയ്തെടുക്കുക. പെട്ടെന്ന് കായ് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് ചപ്പ് നമ്മളെ പാത്രത്തിൽ കനാസിൽ അടിഭാഗത്ത് കുറച്ച് ചപ്പ് ഇടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചാക്കിലാക്കി വെച്ച ചപ്പാണ്, അതിൽ നിന്ന് കുറച്ച് ചപ്പ് അടിഭാഗത്ത് ഇടുകയാണ്. ഏകദേശം ഒരു 1/4 ഭാഗം മിക്സ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം തൈ വെക്കാൻ. കുമ്മായപ്പൊടി ചെറുങ്ങാന്ന് വിതറിയിട്ടാണ് കുറച്ച്. ആദ്യം കുമ്മായ കൂട്ടി വെച്ച മണ്ണാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ഭാഗം മിക്സ് അതിൽ നിറച്ചിട്ട് തയ്യലുക. അപ്പോൾ തയ്യുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടാണ് മെല്ലെ കട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കണം. ചേരിയൊന്നും ഒഴിവാക്കണ്ട, ചേരിയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ നുരുമ്പി പോയിക്കുള്ളൂ. ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കെട്ടിയ ഇത് മാത്രമാണ് കഴിച്ച് ഒഴിവാക്കുക. അപ്പം അവനെ എൻ്റെ സ്വന്തം വീട്ടിൽ ഇപ്പം അങ്ങനെ എന്തെങ്കിലും തൈകളുണ്ടെങ്കിൽ
വളർന്ന് കായ്ഫലം വന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നല്ല സുഖം. ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. ഇപ്പം മാവ് നല്ല ഇനം മാവ്, പേര, ഇതിനൊക്കെ നല്ല ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. അങ്ങനെ ഇതിനെക്കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് കായ് പിടിക്കും. അതിൻ്റെ ഗുണം. അതിൻ്റെ മൂത്ത കൊമ്പാണല്ലോ. കായ് ഉണ്ടാകുന്ന കൊമ്പ് നമ്മൾ ഇല എറിയത് എടുക്കുമ്പോൾ അപ്പോൾ കായ് കഴിയുമ്പോൾ പെട്ടെന്ന് ശരിയായിക്കോളും. ഇപ്പോൾ ഒരു കാൽഭാഗം കന്നാസിൽ മണ്ണിട്ട് അതിൻ്റെ ഇതിൽ തൈ വെച്ച് ഇനി ബാക്കി ലെയർ ചെയ്ത ആ ഭാഗം വരെ, ആ വേര് വന്ന ഭാഗം വരെ മണ്ണിട്ട് മൂടണം. ലെയർ ചെയ്ത വേര് പൊട്ടിയ ഭാഗം വരെ മണ്ണിട്ട് മതിയായി. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വളമൊക്കെ ഇട്ട് അങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്നാൽ ഏകദേശം മണ്ണൊക്കെ ഇട്ട് കഴിച്ച് ഭീമല ഒരുപാട് പൂക്കളും കായ്കളൊക്കെ ഉണ്ട്. ചെറിയ കായ്കളും പൂവും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു 6 മാസം കൊണ്ട് കംപ്ലീറ്റ് വേരൊക്കെ നല്ല ഉഷാറായിട്ട് പിടിച്ച് ഈ മഴ കാലവർഷം തീരുന്നതിന് മുമ്പ് തന്നെ ഉഷാറായി വളരും. ഉഷാറായിട്ട് കായൊക്കെ പിടിച്ച് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുക്കുക. നനവുള്ള മണ്ണാണ്, അതിന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഏശൊരു നേരിട്ട് ഡയറക്റ്റ് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക. വെയിലും മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് ഒരു 15